നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഖത്തറിന്റെ ഔദ്യോഗിക പൊതു അവധികൾ സംബന്ധിച്ച മന്ത്രിതല തീരുമാനത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ അംഗീകാരം. പുതിയ ഗസറ്റ് പ്രകാരം ഈദുൽ ഫിത്തർ അവധി റംസാന്റെ 28ാമത്തെ ദിവസം മുതൽ ശവാൽ മാസത്തിലെ 4ാമത്തെ ദിവസം വരെയായിരിക്കും. ഈദ് അൽ അദ അവധി ദുവൽ ഹിജറിന്റെ 9ാമത്തെ ദിവസം മുതൽ 13ാമത്തെ ദിവസം വരെയായിരിക്കും. എണ്ണ ചോർച്ചയെ തുടർന്ന് കോർഫക്കാൻ ബീച്ചിലെ നീന്തൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി കോർഫക്കാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു. സന്ദർശകർക്കായുള്ള സുരക്ഷാ മുൻകരുതലുകളെ തുടർന്ന് അൽ സുബാറ ബീച്ചിൽ നീന്താനിറങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. എണ്ണച്ചോർച്ചയുണ്ടായ കൃത്യമായ സ്ഥലമോ കാരണമോ വ്യക്തമല്ല. 2020 ഷാർജയിലെ കോർഫക്കാനിലെ 2 ബീച്ചുകളിലുണ്ടായ എണ്ണച്ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ബഹ്റൈനിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പുകവലിക്കാൻ സൗകര്യമൊരുക്കുന്ന ഷീഷ കഫേകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി അധികൃതർ. വേനൽക്കാലത്ത് വിരസത മൂലം കൗമാരക്കാർ ഷീഷ വലിക്കുന്നത് പ്രവണത വർദ്ധിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും കൗൺസിലർമാർ വ്യക്തമാക്കി. കാമുകിയെ തടഞ്ഞുവെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കുവൈത്തി പൗരന് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. പ്രതി ഇരയുടെ മൃതദേഹം ഒരു ബാഗിലാക്കി വീടിന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് കേസ് ഫയലുകളിൽ വ്യക്തമാക്കുന്നു. പബ്ലിക് പ്രോസിക്യൂഷനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് ഫാരിസ് ഹുസൈൻ അൽ ദബൂസാണ് ഹാജരായത്. പ്രതിയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. കോടതിയിൽ വാദങ്ങൾ ബോധിപ്പിക്കവേ പ്രതി ഇരയുടെ സ്വകാര്യത ലംഘിച്ചതായി അൽ ദബൂസ് ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി വിധി പറഞ്ഞത്. പ്രവാസി മലയാളി ദമാമിൽ മരിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി നൌഫൽ പുത്തൻപുരയിലാണ് ദമാമിലെ ഹുഫൂഫ് ആശുപത്രിയിൽ മരിച്ചത്. കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിന് KMCC നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. കുവൈത്തിലെ ജഹ്റയിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് 60,000 കുവൈത്ത് ദിനാറിൽ കൂടുതൽ വിലമതിക്കുന്ന 2 കിലോഗ്രാം സ്വർണം മോഷ്ടിച്ചതിന് 2 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ജഹ്റ പോലീസ് സ്റ്റേഷൻ അന്വേഷണത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രവാസികൾക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തി. ഇവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല. തീവ്രവാദം വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് വിശദീകരിക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘം കുവൈത്തിലുമെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 59 MPമാർ, മുൻ മന്ത്രിമാർ, രാഷ്ട്രീയക്കാർ എന്നിവർ 32 രാജ്യങ്ങളിലേക്കും ബ്രസൽസിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്തേക്കും സഞ്ചരിക്കുന്ന 7 സംഘങ്ങളിൽ ഭാഗമാകും. UAE തീരത്ത് വിനോദയാത്രാ സംഘത്തിന്റെ ബോട്ട് മുങ്ങി. 13 പേരെ UAE കോസ്റ്റ് ഗാർഡും നാഷണൽ സെർച്ച് റെസ്ക്യൂ സെന്ററും ചേർന്ന് രക്ഷപ്പെടുത്തി. കുവൈത്തിലേക്ക് വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ യുവാവ് പിടിയിൽ. 9 പേരിൽ നിന്നായി 15,50,000 രൂപ തട്ടിയ കേസിൽ ആലപ്പുഴ കുമരംഗിരി ഷാരി ഭവനിൽ S. ശരത്താണ് പിടിയിലായത്. 2024 മാർച്ചിലാണ് കുവൈത്തിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് തൊടുപുഴ സ്വദേശികളെ ഇയാൾ പറ്റിച്ചത്. ഇവരുടെ 7 സുഹൃത്തുക്കളിൽ നിന്നും പണം തട്ടിയിരുന്നു. സമയം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. നേരത്തെ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന ശരത്ത് പിന്നീട് നാട്ടിലെത്തിയതാണ്. മസ്കറ്റ് ഗവൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കേന്ദ്രത്തിൽ നിന്ന് മോഷണം നടത്തിയ 5 പ്രവാസികളെ പിടികൂടി. അറസ്റ്റിലായവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ഷോപ്പിംഗ് കേന്ദ്രത്തിൽ നിന്ന് മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് മോഷ്ടിച്ചത്. റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.